കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടാകുന്നതും എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരും, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാൻ. ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കണം. അതെന്ന് വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ്, ഈ സിനിമ നിരോധിക്കണം, ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഒരാൾക്ക് കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനകത്തൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടില്ല. കാരണം ഇത് പുരുഷ സമൂഹത്തിന് മുഴുവൻ മോശമാകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു പ്രചരണം വരരുത്. ആ പ്രചരണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ കാണാനായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ കേസ് വന്നുകൊണ്ട് അയ്യോ ഞങ്ങൾക്കെതിരെ കേസ് വന്നു പേടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതൊന്നുമല്ല. കേസ് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയി. പക്ഷെ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പുരുഷന്മാരെ അവമാനിക്കുന്ന ഒരു സിനിമയാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. അത് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. നമ്മളിത് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന്, പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരാൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ നേരിടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതൊരു കള്ള പരാതിയാണ്, അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത്. വിവേകാനന്ദന്റെ അവസ്ഥയിൽ ഇപ്പം അത്ര ഒരു പുഷ് കിട്ടുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ റിവ്യൂവിന്റെ കേസ് വന്നാലും ശരി, ഇങ്ങനെ പരാതി നല്ലൊരു സിനിമയാണ്, പ്രേക്ഷകർ അത് സ്വീകരിക്കുമല്ലോ. അല്ല, ഞാനത് ആദ്യം പറഞ്ഞത്. കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുണ്ട്. ഇനിയും ഇപ്പം എല്ലാ തിയേറ്ററിലും പടം വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്ക ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവരെ സിനിമ കണ്ടു, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, ആണുങ്ങൾ പറയുന്നതാണ്, ആണുങ്ങൾ കുറ്റം പറയുന്നതിന്റെ അർത്ഥമൊന്നുമില്ല, ഇത് നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും. അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യനുണ്ടാവില്ല ചില പടങ്ങൾ. എന്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാതെ ഈ സിനിമ പോയി ഇറങ്ങി കൊടുത്തായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറെ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറയുന്ന ഒരു സോക്കുണ്ട്. പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു, ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്റെ ഉദ്ദേശമുള്ള ഒരു സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചിലപ്പോൾ റിജക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷെ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ പത്തിലേക്ക്. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതെന്റെ നിലപാടാണ്. വാലിബം വരുമ്പോൾ പടം എടുത്ത് മാറ്റാന്നുള്ളത് തിയേറ്ററുകാരുടെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ്, മനസ്സിലായി. അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത്. ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാവുമോ എന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? വിവേകാനന്ദനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ മറ്റൊരു അല്ല, അവരവരുടെ ഇമേജിനെ പേടിക്കുന്നുണ്ടാവും. അതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ. കാരണം അവർക്ക് അവരുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാർസിന്റെ ഒരു ഇതല്ല, അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടാവും. അതിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇമേജിനെ പറ്റി യാതൊരു രീതിയിൽ ബോധലക്ഷണം ഇല്ലാത്ത ഒരാളാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൈൻ ആണ് ഇത് ചെയ്യാൻ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മാരിറ്റൽ റേപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് നിയമം ലാക്വിനെയാണെന്ന് ലീഗൽ ലാംഗ്വേജിൽ പറയും. എന്ന് വെച്ചാൽ നിയമത്തിൽ അഡ്രസ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. അതായത് കൃത്യമായൊരു ലോ ഇല്ല. അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമമില്ല. പക്ഷെ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന നിയമത്തിന്റെ അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മാരിറ്റൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം, അതൊരു ഒഫൻസ് ആക്കണം എന്ന റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു.
2023 നിയമത്തിലും പുതിയതായി അമൻഡ് ചെയ്ത് വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഒമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല.